നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് വീടിനകത്ത് ലിഫ്റ്റ് എന്നുള്ള ഒരു സമ്പ്രദായം. മാതാപിതാക്കളുടെ ആരോഗ്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പലരും അത്തരത്തിലുള്ള സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല വീടുകളിലും ലിഫ്റ്റുകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പക്ഷേ ഈ സൗകര്യാർത്ഥമായിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു പദ്ധതി തന്നെ വിനയായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു 75-കാരന് അതിദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചിരിക്കുന്നു. വീട്ടിൽ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിഫ്റ്റിൽ തല കുരുങ്ങിയാണ് 75 വയസ്സുകാരൻ അതിദാരുണമായിട്ട് മരണപ്പെട്ടത്. കല്ലേലിമുക്കിൽ അടയ്ക്കാമാവുങ്കൽ മാരത്തുകുട്ടി എന്ന് പറയുന്ന 75 വയസ്സുകാരനായ ജോയ്ക്കുട്ടിയാണ് മരണപ്പെട്ടത്. റോഡിൽ നിന്ന് ഉയരത്തിലുള്ള വീട്ടിലേക്ക് എത്തുക എന്നതിനായി സ്ഥാപിച്ച ലിഫ്റ്റാണ് അപകടമുണ്ടാക്കിയത്. വൈദ്യുതി തടസ്സമുണ്ടായതിന്റെ ഭാഗമായി ലിഫ്റ്റ് നിലച്ചപ്പോൾ തല പുറത്തേക്കിട്ട് നോക്കുന്നതിനിടെയാണ് വീണ്ടും ലിഫ്റ്റ് പ്രവർത്തിച്ച് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. റോഡിൽ നിന്ന് വീട്ടുമുറ്റത്തേക്കുള്ള ലിഫ്റ്റിൽ നിന്ന് ശബ്ദം കേട്ട് മാത്തുക്കുട്ടിയുടെ ഭാര്യ അന്നമ്മ മാത്യു വന്ന് നോക്കിയപ്പോഴാണ് ലിഫ്റ്റിലെ ഇരുമ്പ് പൈപ്പിൽ തല കുരുങ്ങിയ നിലയിൽ അദ്ദേഹത്തെ കാണുന്നത്. അന്നമ്മയും അയൽക്കാരും ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. 20 മിനിറ്റിനു ശേഷം പത്തനംതിട്ടയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അഗ്നിരക്ഷാസേനാംഗങ്ങളാണ് പൈപ്പ് മുറിച്ച് മാത്തുക്കുട്ടിയെ പുറത്തെടുത്തത്. ആറന്മുള പോലീസ് സ്ഥലത്തെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. KSRTCയിൽ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു മാത്തുക്കുട്ടി. 2 വർഷങ്ങൾക്ക് മുൻപാണ് ആരോഗ്യസ്ഥിതി മോശമാണ്, കുറച്ച് സൗകര്യം ഉണ്ടാകണം എന്നുള്ള രീതിയിലേക്ക് വരുന്നതും ഇത്തരത്തിൽ ലിഫ്റ്റ് പണിതത് എന്നാണ് വിവരങ്ങൾ. മാത്തുക്കുട്ടിക്കും ഭാര്യ അന്നമ്മയ്ക്കും പ്രായമേറിയതോടെ പടികൾ കയറാൻ ബുദ്ധിമുട്ടായതിന്റെ ഭാഗമായിട്ടാണ് 2 വർഷം മുൻപ് മക്കൾ തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ലിഫ്റ്റ് സ്ഥാപിച്ചത്. ഇരുവരും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസം. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടോറും റോപ്പും ഉൾപ്പെടുന്ന സംവിധാനമായിരുന്നു അത്തരത്തിൽ അവിടെ സജ്ജീകരിച്ചത്. വശങ്ങൾ ടിൻ ഷീറ്റും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചായിരുന്നു മറച്ചിരുന്നത്. റോഡ് നിരപ്പിലുള്ള കാർ പോർച്ചിന്റെ ഒരു മൂലയിലാണ് ലിഫ്റ്റ് നിർമ്മിച്ചിരുന്നത്. വീട്ടിലേക്കുള്ള സാധനങ്ങളും മറ്റും കൊണ്ടുപോയിരുന്നതും ഇതേ ലിഫ്റ്റിലൂടെയാണ്. എന്നും പലതവണ ഉപയോഗിക്കുന്ന ലിഫ്റ്റിന്റെയും ഇരുമ്പ് ഫ്രെയിമിന്റെയും കമ്പികൾക്കിടയിൽ തലകുരുങ്ങിയാണ് അവസാനം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേസമയം വീടിനകത്തെ ലിഫ്റ്റ് എന്ന് പറയുന്ന സമ്പ്രദായം ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് കേരളത്തിലും സജീവമായി വരുന്നുണ്ട്. വീടുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ലിഫ്റ്റുകൾ അത് പല വിധത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണ ലിഫ്റ്റുകളെ അപേക്ഷിച്ച് വലിപ്പം കുറഞ്ഞവയാണ് വീടുകളിലുള്ള ഹോം എലിവേറ്റേഴ്സ്. ഇവയ്ക്ക് വലിയൊരു മെഷീൻ റൂമുകളോ ആഴമുള്ള കുഴികളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഹൈഡ്രോളിക് ലിഫ്റ്റുകൾ സുരക്ഷിതവും ശബ്ദം കുറഞ്ഞതുമായിട്ട് പ്രവർത്തിക്കുന്ന ലിഫ്റ്റുകളാണ്. ഗ്ലാസ് ലിഫ്റ്റുകൾ എന്ന് പറയുന്നത് വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനായി സുതാര്യമായ ഗ്ലാസുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്റ്റെയർ ലിഫ്റ്റുകളാണ്. അതുപോലെ തന്നെ സ്റ്റെയർ ലിഫ്റ്റ് എന്ന് പറയുന്നത് വീടിന്റെ പടികളിലൂടെ ഇരുന്നു സഞ്ചരിക്കാവുന്ന ചെറിയ ലിഫ്റ്റുകളാണ്. ചെലവും ഘടനയും കേരളത്തിൽ ലിഫ്റ്റുകൾ സ്ഥാപിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 3.5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണെന്നാണ് കണക്ക്. അതിൽ കൂടുകയോ കുറയുകയോ ചെയ്യാം. ലിഫ്റ്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 മുതൽ 6 പേർക്ക് വരെയാണ്. ബ്രാൻഡ്, ലിഫ്റ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവയെ ആശ്രയിച്ചാണ് ഇതിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. വീട് പണിയുമ്പോൾ തന്നെ ലിഫ്റ്റിനുള്ള സ്ഥലം കണ്ടെത്തുന്നത് പിന്നീട് എളുപ്പമായിരിക്കും. നിലവിലുള്ള വീടുകളിലും സ്ഥാനം കണ്ടെത്തി ലിഫ്റ്റുകൾ ഘടിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. എന്തായാലും ഇത്തരം ലിഫ്റ്റുകൾ ഘടിപ്പിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇത്തരം അപകടം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടെ നോക്കാം. അതായത് കറണ്ട് പോയാലും പ്രവർത്തിക്കാനായി ഇൻവെർട്ടർ ബാക്കപ്പ് സംവിധാനങ്ങൾ ഉറപ്പിച്ചു വേണം ലിഫ്റ്റ് പണിയാൻ വേണ്ടി. ഓട്ടോമാറ്റിക് ഡോറുകൾ ഉള്ളതും ഘടനകളിൽ ഉപയോഗിക്കാവുന്ന എമർജൻസി ബട്ടണുകൾ ഉള്ളതുമായിട്ടുള്ള ലിഫ്റ്റുകൾ തിരഞ്ഞെടുക്കുക. ലിഫ്റ്റുകളുടെ സുഗമമായ പ്രവർത്തനത്തിന് വർഷത്തിൽ കുറഞ്ഞത് 2-3 തവണയെങ്കിലും വിദഗ്ധരുടെ സഹായത്തോടെ സർവീസ് നടത്തുക. ലിഫ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്.